നമ്മൾ എണീക്കുന്നു. ഇപ്പോൾ അലാറൊന്നും കഴിഞ്ഞിട്ടില്ല. അലാറം ഇങ്ങനെ അടിക്കുന്നു. ഇപ്പോൾ സമയം 4:23 അടുത്ത് ബാങ്ക് 5:32 കേട്ടോ. സോ ഗൈസ്, നമുക്ക് അത്താഴത്തിന് കഴിക്കാൻ ചോറും മീൻ കറിയും മീൻ പൊരിച്ചതുമാണ് കേട്ടോ ഗൈസ് ഉണ്ടായത്. നമ്മൾ ചോറൊക്കെ വേവിച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. അപ്പം നീയത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് മുമ്പ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇരുന്നു കേട്ടോ ഗൈസ്. ഞാൻ നോറ്റ് വീട്ടുവാൻ മനസ്സിൽ കരുതി. ഗൈസ്, ബാങ്ക് കൊടുത്തിട്ടുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി ഒന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ ഗൈസ്. നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രഷ് ചെയ്യാം. ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയാണ് അതിന് ഇത്. സോ അതിന് വൈറ്റും റെഡും പിന്നെ ഗ്രീനും. അതിന് റെഡ് രണ്ടെണ്ണം എടുത്തത് എന്താ വെച്ചാൽ അതിന് ഭയങ്കര തിക്നെസ് കുറവാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ അപ്പം വെച്ചാൽ കുറച്ചും കൂടി തിക്നെസ് കിട്ടും. അപ്പോൾ 3.5 mm ഹുക്കും അതിന് എപ്പോഴും എടുക്കൽ. അതിനെ ഞാൻ ഇന്നും എടുത്തു കേട്ടോ ഗൈസ്. സോ ഗൈസ്, ഞാൻ പകുതി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഗൈസ് ഉണ്ടാക്കുന്നത്. ഇതെന്താ വെച്ചാൽ ഒരു വാൾ ഡെക്കോറോ ഒരു ഡെസ്ക് ഡെക്കോറോ അല്ലെങ്കിൽ നമുക്ക് ഡെസ്കിന് മേലെ കോസ്റ്ററോ അത് ഇതാണ് കേട്ടോ ഗൈസ്. എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ എനിക്കിതിൻ്റെ യൂസ് എന്താണെന്ന് എനിക്ക് അറിയില്ല. കാണുമ്പോൾ യോയി ഫ്ലാഗ് പോലെ ഉണ്ട്. സ്ഥലം നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ വാൾ ഡെക്കോറാക്കി വെക്കാം, ഡെസ്ക് ഡെക്കോറാക്കി വെക്കാം, ഓർ മറ്റേ കോസ്റ്ററാക്കി വെക്കാം. അങ്ങനെ പലമാതിരി യൂസസ് ഉണ്ട്. ഇതുണ്ട്. നമുക്കിനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ആ വീഡിയോയിൽ കാണിച്ച പോലെ നമുക്കിതൊന്ന് വൃത്തിയിൽ വെക്കാം. നമുക്ക് ആദ്യം ഈ എഡ്ജസൊക്കെ ഇല്ലേ അതൊക്കെ ക്ലീനാക്കി വെക്കണം. അങ്ങനെ എന്താ ചെയ്യുക, ഫസ്റ്റ് ഇങ്ങനെ ഹുക്കിൻ്റെ ഇതിൻ്റെ ബാക്കിൽ എല്ലാം കൂടി ഇട്ടുകൊടുക്കാം. എൻ്റെ അടുത്ത് മറ്റേ ഒരു നീഡിലില്ല. എനിക്കിപ്പോൾ ഹുക്കോടെ തന്നെയാണ് ഹുക്ക നല്ലത്. ഇത് ആക്ച്വലി കുറച്ചധികം സമയമുള്ള പരിപാടിയാണ്. കാരണം എൻ്റെ അടുത്ത് നീഡിലില്ല. അപ്പോൾ ആ ഹുക്കോട് ചെയ്യുമ്പോൾ കുറച്ചധികം സമയം എടുക്കും. അത് മെല്ലനെ ക്ഷമയോടെ ഇരുന്ന് എല്ലാം ചെയ്ത് ഇത് ഓരോന്നും ചെയ്തിട്ടില്ലേ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാനെല്ലാം കൂടി ഉള്ളിലാക്കിയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് കട്ട് ചെയ്യാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ബട്ട് 1 മിനിറ്റ് ഗൈസ്, ഇത് ചെയ്തിട്ടില്ലൊന്നും. സോ ഗൈസ്, ഞാൻ ഇപ്പോൾ മൊത്തം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്യണം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം. ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. നമുക്ക് പോയി കട്ട് ചെയ്തിട്ട് വെക്കാം. ഞാൻ പിന്നെ മുറിക്കുന്ന സമയത്തൊന്ന് നോട്ട് ചെയ്തത് എൻ്റെ പിന്നെ ഒരു സൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ മുറിക്കുന്ന ഇടയ്ക്ക് പിന്നെ ഞാൻ മാറ്റിയിട്ട് പിന്നെ ഞാൻ ചെയ്യാമായിരുന്നു കേട്ടോ. അത് ചെയ്യാൻ ഭയങ്കര സമയം കുറേ പോകും കേട്ടോ. എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം നല്ലുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ താഴെ ഒരു കീച്ചൻ പോലത്തെ സാധനം വെക്കാനുണ്ട്, അത് വെക്കാം. പിന്നെ ഇത് ചെയ്യാൻ ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. പണ്ട് തൊട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്ര സമയം വേണ്ടി വന്നിട്ടില്ല. ഇത് സിമ്പിളാണ്. ഞാൻ വിചാരിച്ചത് ചെയ്യേണ്ടതാണ്. കാരണം വെറുതെ എന്തിനാണ് ഞാൻ വേസ്റ്റാക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇപ്പം വിചാരിക്കുന്നത് ശരിക്കും അത് ചെയ്ത് എന്തോ ഭാഗം നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അത് വെച്ചപ്പോൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ടും തോന്നി, ഭയങ്കര രസമായിട്ടും തോന്നി. ഇത് പക്ഷേ ഈ ഒരു സൈസിൽ എല്ലാം കൂടി പിടിച്ചിട്ട് കട്ട് ചെയ്യുന്നത് ഭയങ്കര ടഫാണ്. ഞാൻ മാക്സിമം നോക്കി, ഇങ്ങനെ നോക്കുന്ന സമയത്തുള്ള ചെറുതായിരുന്നു. അവൻ ഞാൻ വിചാരിച്ചു ഓക്കെ സാരില്ല, ഇനി ലെങ്ത്തായിട്ട് കാണുന്ന ഏതാണ് അത് എടുത്ത് കട്ട് ചെയ്യാം. പിന്നെ വെറുതെ എല്ലാം കൂടി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ലാസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് തെറ്റിട്ടെന്താ പറയുക, ഞാൻ എടുത്ത് പേളാണ്. പേളിൽ ഇത്
കോർക്കാൻ കഴിയുന്നില്ല, ഭയങ്കര ടഫായിരുന്നു. പക്ഷെ എങ്ങനെയല്ലോ ഞാൻ ഇതാക്കി. പക്ഷെ ലാസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറ. നമ്മൾ ഉമ്മ പറഞ്ഞ് നമ്മുടെ അടുത്ത് അപ്പുറത്ത് നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കോസ്റ്ററോ വാൾ ഡെക്കോറോ അങ്ങനെ എന്തെങ്കിലും വിളിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഉണ്ടാക്കിയത്. ആൻഡ് ആക്ച്വലി പറയുകയാണെങ്കിൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉമ്മയും പപ്പ പറഞ്ഞ് നല്ല രസമുണ്ട് അങ്ങനത്തെ കുറച്ച് ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് വാളിൽ ഇങ്ങനെ ഒട്ടിക്കാം, ലൈക്ക് ഇങ്ങനെ നല്ലുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഇതുപോലത്തെ എന്തെങ്കിലും ഡെക്കറേഷൻസ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യം വെച്ച് ക്രാഫ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ വിചാരിച്ചു വേണ്ട, ഒരു വെറൈറ്റി ക്രോഷേഡ് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല, എൻ്റെ അടുത്ത് കുറച്ച് കുറവാണ്. ബട്ട് ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചു. നമ്മൾ പ്ലാനൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ പിൻട്രസ്റ്റിൽ പോയി നോക്കി, അവിടെ നിന്നൊരു റെഫറൻസ് കിട്ടി. അതുപോലെ തന്നെ ചെയ്യാൻ വിചാരിച്ചു. അതിനൊരു കളേഴ്സൊക്കെ ഞാൻ ചെയ്ത് വെച്ചു. എൻ്റെ അടുത്തുള്ള കളേഴ്സുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചധികം എക്സ്ട്രാ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പ്ലാൻ ഒന്നും കൂടി എഴുതാം. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വെച്ചു. അപ്പോൾ നമുക്ക് റമദാൻ കരീം എന്നാണ് എഴുതാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഒരു സ്കെച്ച് എടുക്കാം, എന്നിട്ട് നമ്മൾ തുള്ള കളേഴ്സെല്ലാം നോക്കാം. ആക്ച്വലി അത്ര വലിയ പരിപാടി പ്ലാനൊന്നുമല്ല. എന്ന് വെച്ചാൽ ജസ്റ്റ് എൻ്റെ അടുത്തുള്ള ഏതെല്ലാം യാൺസ് ഉണ്ട് ആ യാൺസിൽ സ്കെച്ച് വെച്ചിട്ട് എല്ലാത്തിനും ഒന്ന് ജസ്റ്റ് ഒന്ന് ഏതെല്ലാം ലെറ്റേഴ്സ് വരച്ച് വെക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഈ ലെറ്റേഴ്സ് ഈ കളറിലാണ് ചെയ്യേണ്ടത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയത് ഭയങ്കര ടഫായിരുന്നു. കാരണം എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം കൂടി ആക്കാൻ ഭയങ്കര ടഫായിരുന്നു. ലാസ്റ്റ് എങ്ങനെയല്ലോ ഇതാക്കി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഉമ്മാക്ക് കൊണ്ടുപോയിട്ട് കാണിച്ചെടുത്ത് ഒരു ഫൈനലിന് വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞാൽ ഓക്കെ ഇത് ഓക്കെയാണ്, ഇത് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. നമുക്കപ്പോൾ അതുണ്ടാക്കാൻ മുമ്പ് ഇവിടെ നിന്നും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇവിടുത്തെ കൊല്ലം ഭയങ്കര മോശമാണ് കേസ്. ഒരു സാധനം ഉണ്ടാക്കിയപ്പോഴത്തേക്കും വൃത്തികേടായിട്ട് കേസ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് ഇവിടെ വൃത്തിയാക്കിയിട്ട് ഇതാക്കാം. ഇങ്ങനെയൊക്കെയാണ് ആവുക. ഞാൻ തന്നെ വൃത്തിയാക്കാം. എനിക്ക് ഒരു ബാഗ് കിട്ടി. മുമ്പ് ഞാൻ പണ്ടല്ല കഴിഞ്ഞ വർഷം ഫസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ പാട് ഞാൻ 2-3 സാധനം കംപ്ലീറ്റ് ആക്കിയ സമയത്ത് എടുത്തൊരു ബാഗാണ്. ഇതിനുള്ളിൽ ഞാൻ കുറേ സാധനങ്ങൾ കണ്ടു. പണ്ടത്തെ തീരാനായ കുറേ ക്രോഷുണ്ട്, കുറച്ചധികമുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് 3 സാധനങ്ങളുള്ള പൗച്ചുള്ളത്. ഇതിൽ ഈ ഒരു പൗച്ചിൽ മൊത്തം സ്പോഞ്ചാണ്. ഇത് എനിക്ക് എഴുതുന്ന കിട്ടുന്നറിയാം, എൻ്റെ ഡേറ്റിൻ്റെ പാവം. അപ്പം നമുക്ക് ഇതെന്തായാലും തിരിച്ചതിൽ തന്നെ ഇടാം, കാരണം എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഈ ഒരു ബോക്സ് കിട്ടി. ഇതിൽ ഞാൻ ചെയ്തിട്ട് കുറേ കംപ്ലീറ്റ് ആക്കിയതും കംപ്ലീറ്റ് ആക്കാത്തതായിട്ടുള്ള കുറേ സാധനങ്ങളാണ്. ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രാനി സ്ക്വയർ. ഇത് ഞാനൊരു ഫോൺ പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിൻ്റെ 1 ഫുള്ളും കംപ്ലീറ്റ് ആണ്. ബാക്കി 3ലും ലാസ്റ്റത് ലെയർ ചെയ്തിട്ടില്ല. ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ വെച്ച് എനിക്ക് ആക്കുമായിരിക്കും. പിന്നെ എന്തുള്ളത്, പിന്നെ ഇതൊരു ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കാൻ നോക്കിയാൽ ആ ഹാർട്ടിൻ്റെ ഗ്രാനി സ്ക്വയർ അല്ലേ, പക്ഷേ അതായിട്ടില്ല. സാറിൽ നമുക്ക് അടുത്ത് നോക്കാം. പിന്നെ ഇത് ഒരു മറ്റേ ഫ്ലവർ ബൊക്കെ ആക്കാനായിരിക്കും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും, പക്ഷെ അതും ആയിട്ടില്ല എന്തായാലും. പിന്നെ വേറെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഫ്ലവർ, ഇത് ഓക്കെയാണ്, ഇത് നല്ല രസമുണ്ട്. പിന്നെ കുറേ വേസ്റ്റാണ്. പിന്നെ കുഞ്ഞ് ഗ്രാനി, പിന്നെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഒരു ബോക്സുണ്ട്, വേറെ ഒന്നുമില്ല. ഞാൻ പകുതിക്ക് ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കണ്ട കേട്ടോ. വെറുതെ ഒന്ന് വൃത്തിയാക്കാൻ തുടങ്ങിയതാണ്. മൊത്തത്തിൽ വൃത്തിയാക്കേണ്ടി വന്നു. ആൻഡ് വൃത്തിയാക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ സമയം പോവുകയും ചെയ്തു. നല്ല സമയം പോയി. ഒന്നുകൂടെ അടിച്ച് പോരാണ്. ഇവിടെ ഒരു കുഞ്ഞി പ്ലേസാണ്, ബട്ട് ഐ ലൈക്ക് ഇറ്റ്. അവിടെ മൊത്തം കംപ്ലീറ്റ് ആക്കി. അവിടെ നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെ ഇങ്ങനെയെല്ലാം വൃത്തികേടാക്കും, ഞാൻ തന്നെ വൃത്തിയാക്കും. അത് ഇവിടെ ആരും കയറാറൊന്നുമില്ല, ഇവിടെ ഞാൻ തന്നെയാണ് കയറല്. ഇതെൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിരത്തി വെച്ചായിരുന്നു. പിന്നെ ഇവിടെ ഒന്ന് അടിച്ചു വരാം ഗൈസ്. അപ്പം ഞാൻ അതോടെ വൃത്തിയാക്കിയിട്ടുണ്ട്. അത്ര ഈസി പണിയൊന്നും ആയിരുന്നില്ല. ഞാൻ 2 മണിക്ക് തുടങ്ങി, ഇപ്പോൾ 3 മണിയായിട്ട് മൊത്തം വൃത്തിയാക്കി. ഒരു രസമുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചോട്ടോ ഗൈസ്. നല്ലോണം കഷ്ടപ്പെട്ട് നമുക്ക് ഇതൊന്നും ചെയ്യാം. അതിന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് വരാം കേട്ടോ ഗൈസ്. ഞാൻ ഒന്ന് വെറുതെ ഒരു മുഖമൊക്കെ വൈകിട്ട് വന്ന്, കാരണം ക്ഷീണമായതുകൊണ്ട് ജസ്റ്റ് ഞാൻ ശരിക്കും ഉറങ്ങാൻ വിചാരിച്ചത്. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ എണീച്ചതിന് പിന്നെ അതൊന്ന് വിശക്കും. അത് മറ്റേ അസു നോമ്പെടുത്തിന് അസു ഇപ്പോൾ കിടന്ന് ഉറങ്ങിയെന്ന്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നേരത്തെ പോയിട്ടുള്ളൂ, ഓരോക്കെ സ്കെച്ചായിരുന്നു. ഇപ്പോൾ സമയം 3:14 ആയിട്ടുണ്ട്. സമയം നല്ലോണം അടുത്ത കേസ് പോകുന്നത്. അത്ര നല്ലോണമല്ല, എന്നാലും നല്ലോണമാണ് പോകുന്നത്. അങ്ങനെ അടുത്ത കേസ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അസു ഉറങ്ങില്ലായിരുന്നു, ലൈറ്റ് ഓഫ് ആക്കാം. എന്നിട്ട് നമുക്ക് എന്തായാലും ഇത് ചെയ്യാൻ സ്റ്റാർട്ടാക്കാം. ഞാൻ എന്തായാലും ഫസ്റ്റ് ഈ 6 ട്യൂട്ടോറിയൽ യൂട്യൂബിൽ നോക്കട്ടെ കേസ്. എന്നിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് ഇത് ചെയ്യാൻ. അപ്പം കാറിൻ്റെ
ട്യൂട്ടോറിയൽ നോക്കാം. സോ ഗൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് ഈ മറ്റേ നീഡിലില്ല. സോ ഇതിൽ നീഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എങ്ങനെയും യൂസ് ചെയ്യാൻ നോക്കാം. ഇന്ന് ആക്ച്വലി കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കി ഞാനിപ്പം ഇത് സൈഡിൽ നിന്നിരിക്കുകയാണ്. ഇപ്പം അത് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചാൽ ലൈറ്റ് ഓഫ് ആക്കി നമുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 6 ലെറ്റർ ആയിട്ട് എടുത്തിരിക്കും. പിങ്കാണ് കേട്ടോ. പിങ്കിനായിട്ട് ഞാൻ എൻ്റെ അടുത്ത് 3 കളർ പിങ്ക്സ് ഉണ്ട്. ഇതിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ദിസ് വൺ. ഓക്കെ, എന്നിട്ട് വേറെ ഈ കരിമിലെ ഈ ഇല്ല, അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നില്ല, ഇതിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ തീർന്നു ചിലപ്പം. ആൻഡ് പിന്നെ RA മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റെഡാണ്. റെഡിന് ഇതിലൊക്കെ തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് അത് 2 എണ്ണം കൂടി ഒപ്പരം പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ദെൻ എന് ബ്ലൂ ആണ്. ബ്ലൂ എൻ്റെ അടുത്തുണ്ട് ഇവിടെ. അത് ബ്ലൂ വേറെ ഓക്കെ ഫൈൻ. ബ്ലൂ. പിന്നെ ഡിക്ക് ബ്രൗൺ ആണ്. ആൻഡ് എക്ക് വൈറ്റാണ്. എൻ്റെ അടുത്ത് വൈറ്റേ കുറേ ഉള്ളത്. പിന്നെ എന്നെ ബ്ലൂ ആക്കിയത്, ബട്ട് ബ്ലൂ ഒത്തും ഐ ഡോണ്ട് നോ. ഞാൻ ബ്ലൂ ആക്കിയത്, അത് നമുക്ക് നോക്കാം. പിന്നെ കരീം, റെഡ് ഗ്രീൻ. പിന്നെ ഈ ബ്രൗൺ ആണ്. പിന്നെ രണ്ടാമത്തെ ഇല്ല, അതും റെഡാണ്. പിന്നെ കരീമിൽ 6 സോറി കേട്ടോ. കരീമിൽ കെ ബ്ലൂ, ഗ്രീൻ, R ഈ ഒരു പിങ്കാണ് കേട്ടോ. ഈ ഒരു പിങ്ക്. പിന്നെ ഈ ബ്രൗണ്, രണ്ടാമത്തെ ഈ റെഡ്, ലാസ്റ്റത്തെ M ബ്ലൂ ആണ് കാണിക്കുന്നത്. ബട്ട് നോക്കാം കേട്ടോ ഗൈസ്, ഇതിലെല്ലാം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും യൂസ് ചെയ്യുന്നതിന് 3.5 mm ഹുക്കാണ് കേട്ടോ ഗൈസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പിങ്ക് എടുക്കാം. എനിക്ക് വിശപ്പൊന്നും ഇങ്ങനെ വന്നിട്ടില്ല, വരും ഓർക്കാം. ഫസ്റ്റ് അപ്പോൾ 6 ഉണ്ടാക്കാൻ പോകുന്നത്. 6 2 ഉണ്ടാക്കാൻ പോകുന്നത്. റമദാനിലെ ഫസ്റ്റത്തെ 6ഉം പിന്നെ കരീമിലെ 3rd 6ഉം. അതുകൊണ്ട് 2 6 ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ 6 യൂസ് ചെയ്യുന്നത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. കാണിച്ചാൽ ഗൈസ് എൻ്റെ 6 റെഡി ആയിട്ടുണ്ട്. ബട്ട് ഇത് കണ്ടോ ഗൈസ്, ഇതിൽ നീഡില്ലാത്തൊന്നും ഡ്രസ്സില്ല. ബട്ട് കുഴപ്പമില്ല. ഓക്കെ നമുക്ക് 6 എണ്ണം ഒന്നും കൂടി ഉണ്ടാക്കാം. ബിക്കോസ് റമദാൻ കരീമില്ല. ഓക്കെ കുഴപ്പമില്ല. ഞാൻ 2 6 വയ്ക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടയേർഡായെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡായി. ആൻഡ് അത് അത്രക്ക് രണ്ടാമതുണ്ടാക്കിയ അത്ര 6 അത്ര ഇല്ല. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് വരെ ക്രാഫ്റ്റ് എന്താണ് റമദാൻ കരീമിൽ 6ആണ്. റമദാൻ ഇത് റമദാനിൽ 6, ഇത് റമദാൻ കരീമിലെ 6. കരീര രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് കുറച്ചും കൂടി നിവർത്താൻ വേണ്ടിയിട്ട് ബുക്കിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് റമദാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഞാനല്ല ഉമ്മ ഉണ്ടാക്കാനേ, ഞങ്ങൾക്ക് വെറുതെ പോയിട്ടൊന്ന് സഹായിക്കാം. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ നോമ്പ് തുറ അപ്പോൾ ഉമ്മ അടുത്ത് പറഞ്ഞ് ഈത്തപ്പഴത്തിൻ്റെ കുരു വളർത്തി ഇങ്ങനെ വെക്കാനും ഞാൻ അത് ചെയ്യാം ഗൈസ്. ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ അണ്ടി സോ ഗൈസ് ഞാൻ ഉമ്മാനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മളില്ലേ ഇവിടെ നമ്മളെ വീട്ടിന് മുമ്പിൽ പിന്നെ ആൾക്കാർ ഫുഡ് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചുതരാം. നിങ്ങൾ ക്ലിയറായിട്ട് യെസ് എക്സാക്ട്ലി അല്ല ഇവിടെയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടെത്തുന്ന എത്ര ആൾക്കാരെ ഇവിടെ കാണുന്നത്.
അത്രയ്ക്ക് ആൾക്കാരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ പണി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയും കുറേ സമയമുണ്ട്. ഇവിടെ 5:30 6 മണിക്കാണ് ബാങ്ക് കൊടുക്കുക. ഇപ്പോൾ 5:13 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ബാക്കി ചെയ്യാം. എമ്മിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് വെച്ച്. ഇപ്പോൾ 2 കെയിലാക്കിയിട്ടുള്ളൂ. കെയല്ലേ 6 ആക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി ഞാൻ വിചാരിച്ച് ഇപ്പോൾ സമയം 5:20 ആയിട്ടുണ്ട്. സമയം പോന്നേ ഇല്ല. ഭയങ്കര മെല്ലനെ പോകുന്നത്. ഗൈസ് ഈത്തപ്പഴം പൊരിച്ചത്, ബോണ്ട ഉണ്ട്, പിന്നെ പിന്നെന്തായിരുന്നു മുട്ട പൊരിച്ചത്. പക്ഷേ മറന്നു കിടക്കുക. ഇവിടെ യശമാൻ കൊടുത്ത് തറവ് സ്കരിക്കാനുള്ള ടൈമായപ്പോൾ തറവ് സ്കരിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. ഇപ്പോൾ ടൈം 7:46 ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഇത് നോമ്പ് പറഞ്ഞിട്ട് ഭയങ്കര ടയേർഡായിപ്പോയി. ഭയങ്കര ടയേർഡാന്ന് വെച്ചാൽ നല്ല ഭയങ്കര ടയേർഡായിപ്പോയി കേട്ടോ ഗൈസ്. ഇത് സാരില്ല ഗൈസ്. നമ്മളെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ ഗൈസ് പള്ളി. അത് നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇത് നമ്മളെ വീടാണെങ്കിൽ ഇവിടെയാണ് കേട്ടോ ഗൈസ് പള്ളി. സോ നമുക്കിങ്ങനെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. സിമ്പിളാണ്, വേഗം എത്തും കേട്ടോ ഗൈസ്. നമ്മൾ നടന്നിട്ടാണ് പോണത്. അതും അതുണ്ട്, ഇത്താത്തുണ്ട്. കൃത്യം 8:35 നമുക്ക് തീർന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. 35. സോ പിന്നെ നിങ്ങളെ നോമ്പെടുത്തു, നിങ്ങളെ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം ഒന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അതൊട്ട് ബൈ.